സ്നേഹമുള്ളവരെ, ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 8-ാം തിരുവചനം. അബ്രഹാം ഇസഹാക്കിനോട് പറഞ്ഞു, ബലിക്കുള്ള മൃഗത്തെ കർത്താവ് തരും. അതെ, കർത്താവ് നിങ്ങൾക്ക് കൃത്യമായി കൃത്യസമയത്ത് തരും. ദൈവത്തിന്റെ വാഗ്ദാന പ്രകാരം പ്രാർത്ഥനയോടെ 100-ാം വയസ്സിൽ അബ്രഹാത്തിന് കിട്ടിയ മകനാണ് ഇസഹാക്ക്. അതേ ദൈവം തന്നെ അബ്രഹാത്തിനോട് പറയുന്നു, ആ മകനെ എനിക്കായി ബലി തരിക. അങ്ങനെ തീയും വിറകുമായി അബ്രഹാം ഇസഹാക്കിനെ കൊണ്ട് മോറിയ മലയിലേക്ക് പോയി. അവിടെ കിടന്ന കല്ലുകൾ പെറുക്കിയെടുത്തൊരു ബലിപീഠം ഉണ്ടാക്കി. ആ ബലിപീഠത്തിന്റെ മുകളിൽ വിറകുകൾ വെച്ചു. തന്റെ ഏക മകനെ ലാളിച്ചു കൊതി തീരാത്ത, കൊഞ്ചിച്ചു മതി വരാത്ത, സ്നേഹിച്ചു മതിയാകാത്ത ആ മകനേക്കാൾ ഉപരി ദൈവത്തെ സ്നേഹിക്കുന്ന അബ്രഹാം ആ മകന്റെ കൈകാലുകൾ ബന്ധിച്ച് ബലിപീഠത്തിൽ കിടന്നു. ആ കല്ലുകൾ പെറുക്കിയെടുത്ത ബലിപീഠം ഉണ്ടാക്കിയപ്പോഴും ദൈവം മൗനമായിരുന്നു. വിറകുകൾ ആ ബലിപീഠത്തിൽ വെച്ചപ്പോഴും ദൈവം പ്രവർത്തിച്ചില്ല. ഇസഹാക്കിനെ കൈകാലുകൾ ബന്ധിച്ച് ബലിപീഠത്തിൽ കിടത്തിയപ്പോഴും ദൈവം മിണ്ടിയില്ല. എന്നാൽ അബ്രഹാം അരയിൽ നിന്ന് കത്തിയൂരി ആ ഇസഹാക്കിന്റെ മാറ് പിളർക്കുവാനായി കരങ്ങൾ മുകളിലേക്ക് ഉയർത്തിയപ്പോൾ ആ കത്തിമുനയുടെയും ഇസഹാക്കിന്റെയും മധ്യേ കൃത്യസമയത്ത് തക്ക സമയത്ത് ദൈവം ഇടപെട്ടു. ആ ദൈവം നിങ്ങൾക്ക് വേണ്ടിയും കൃത്യസമയത്ത് ഇടപെടും. ഇസഹാക്ക് അബ്രഹാത്തിനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, അപ്പാ തീയും വിറകുമുണ്ട്, ബലിക്കുള്ള മൃഗം എവിടെ? അബ്രഹാം പറഞ്ഞു, കർത്താവ് തരും. അതെ, കർത്താവ് നിങ്ങൾക്ക് കൃത്യസമയത്ത് തക്ക സമയത്ത് തരും. ഇതുവരെ നിങ്ങൾക്ക് ദൈവം തന്നിട്ടുള്ളതൊന്നും നേരത്തെയല്ല, ഇനി തരാൻ പോകുന്നത് വൈകിയുമല്ല. കൃത്യസമയത്ത് കർത്താവ് നിങ്ങൾക്ക് കൊണ്ടുതരും. കർത്താവിൽ വിശ്വസിക്കുക. ദൈവം കൂടെ ഉണ്ടെന്ന്. ദൈവം അനുഗ്രഹിക്കട്ടെ.